ഗൈസ് ക്ലിങ് 3.0 ഒഫീഷ്യലായിട്ട് ഇപ്പോൾ റിലീസായിട്ടുണ്ട്. സോ 2.6 നിന്ന് 3.0ക്ക് വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും പുതിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് തന്നെ ക്ലിങ് എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വീഡിയോ ജനറേറ്റിംഗ് AI ടൂളാണ് ക്ലിങ്. അതിൻ്റെ ക്ലിങ് 3.0 ഇപ്പോൾ ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് എന്തായാലും വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ക്ലിങ് 3.0 ആക്സസ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഹിക്സ്ഫീൽഡാണ് യൂസ് ചെയ്യുന്നത്. ഹിക്സ്ഫീൽഡ് നിങ്ങൾക്ക് അറിയാം, ഒരു കമ്പൈൻഡ് വെബ്സൈറ്റാണ്. എല്ലാ AI ടൂൾസും നമുക്ക് ഒറ്റ കുടക്കീഴിൽ കിട്ടും എന്ന് പറയുന്ന പോലെ കാണാൻ പറ്റും. സോ ഇതിൽ തന്നെ ഒരുപാട് AI ടൂൾസ് ഉണ്ട്. എല്ലാം നമുക്ക് ഈ ഒരു വെബ്സൈറ്റിലൂടെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. സോ ഇതിൽ ഒരുപാട് പ്ലാൻസ് വരുന്നുണ്ട്. സോ ഇതൊരു പെയ്ഡ് വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് യൂസ് ചെയ്യാം ഈ ഒരു വെബ്സൈറ്റ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ടുള്ള ക്ലിങ്ങിൻ്റെ വെബ്സൈറ്റ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബാക്കിയുള്ള AI വെബ്സൈറ്റ് തന്നെ യൂസ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ എല്ലാം ഒന്ന് പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് ഹിക്സ്ഫീൽഡാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ബെറ്റർ ആപ്പാണ്. സോ ഇതിലിപ്പോൾ എന്തോ ഓഫർ വരുന്നുണ്ട്, 85% ഓഫർ വരുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് വരാം ക്ലിങ് 3.0 നമുക്കിങ്ങനെ ആക്സസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഇവിടെ തന്നെ നമുക്ക് ഒരുപാട് ക്ലിങ് 3.0ൻ്റെ കാര്യങ്ങൾ, എങ്ങനെ നമുക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം, ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. സോ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ കറക്റ്റ് ഡീറ്റെയിൽസ് പറയുന്നുണ്ട് എന്തൊക്കെയാണ് ക്ലിങ് 3.0 വരാൻ പോകുന്നത് എന്നുള്ളത്. അതിൽ പല കാര്യങ്ങളും വന്നിട്ടുണ്ട്. പല കാര്യങ്ങളും ഇതുവരെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ഇതൊരു ഏർലി ആക്സസ് ആണ്. സോ വെയിറ്റ് ചെയ്യാം, ഇനിയും അപ്ഡേറ്റ്സ് വരുന്നുണ്ടാകും, അതുവരെ വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ക്ലിങ് 3.0 ആക്സസ് ചെയ്യാം. സോ ഇവിടെ നമുക്ക് ക്ലിങ് 3.0 കാണാൻ പറ്റും. ജസ്റ്റ് ഞാനത് ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ചേഞ്ചസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇൻ്റർഫേസിലും കാര്യങ്ങളൊക്കെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഞാൻ മുമ്പ് ക്രിയേറ്റ് ചെയ്ത കുറച്ച് വീഡിയോസ് കാണാൻ പറ്റും. ഇതെല്ലാം ഞാൻ ക്ലിങ് 2.6 വെച്ച് ക്രിയേറ്റ് ചെയ്ത വീഡിയോസാണ്. പല ആൾക്കാരും ഇത് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. ഇത് ഐശ്വര്യ നിക്കി എന്ന് പറഞ്ഞൊരു ഇൻഫ്ലുവൻസറാണ്. ഞാൻ ക്രിയേറ്റ് ചെയ്തൊരു ഇൻഫ്ലുവൻസർ ആട്ടോ ഇത്. സോ പലർക്കും അത് അറിയുന്നുണ്ടാവില്ല. ഞാനിതുവരെ അത് AI എന്നുള്ള കാര്യം ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞിട്ടില്ല. സോ പല ആൾക്കാർക്കും അറിയുന്നുണ്ടാവില്ല. സോ എൻ്റെ വീഡിയോസ് കാണുന്ന ആൾക്കാർ മനസ്സിലാക്കുക, ഇത് ഞാനാണ്, ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത AI ഇൻഫ്ലുവൻസറാണ്. ഒരുപാട് വീഡിയോ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലിങ് 3.6 വരാം, അല്ല 3.0 വരാം. ഇവിടെ നമുക്ക് നമ്മൾ ഏത് AI ടൂളാണ് യൂസ് ചെയ്യുന്നത് കാണാൻ പറ്റും. അത് ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ എഡിറ്റ് വീഡിയോ കാണാൻ പറ്റും. അതുപോലെ തന്നെ മോഷൻ കൺട്രോളും ഒപ്പം കാണാൻ പറ്റും എന്നുള്ളതാണ്. സോ ഇതെല്ലാം നമുക്ക് ഈസിലി ഒരു ഭാഗത്തു നിന്ന് തന്നെ ആക്സസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇവിടെ നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രെയിം കൊടുക്കാൻ പറയുന്നുണ്ട്, അതുപോലെ തന്നെ എൻഡിങ് ഫ്രെയിം കൊടുക്കാൻ പറയുന്നുണ്ട്. അതിനുശേഷം ഇവിടെ മൾട്ടി ഷോട്ട് എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. സോ അത് എനേബിൾ ചെയ്യണമെങ്കിൽ എനേബിൾ ചെയ്യാം, ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഡിസേബിൾ ചെയ്യാം. നിങ്ങളുടെ ചോയ്സാണ് എങ്ങനെ വേണമെന്നുള്ളത്. നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ക്രെഡിറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഓക്കെ, സോ മൾട്ടി ഷോട്ടിൽ സൗണ്ട് നമുക്ക് വരുത്താൻ പറ്റും. അതുപോലെ തന്നെ എലമെൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതും പുതിയൊരു അപ്ഡേറ്റ് ആണ്. എലമെൻറ്റ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ക്യാരക്ടറിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ക്യാരക്ടറിന് പല പല ഇമേജസും കൊടുത്തു കഴിഞ്ഞാൽ അവരത് സേവ് ചെയ്ത് വെക്കും. അതൊരു 3D രൂപത്തിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഒരു കൺസിസ്റ്റൻറ്റ് ക്യാരക്ടറായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. യാതൊരു മാറ്റം വരുത്താണ്ട് പക്കാ ഫേസ്, പക്കാ ഫിസിക്സും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് ഈ ഒരു എലമെൻറ്റ് ടൂൾ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങളൊരു ഒരു സീരിയസ് കണ്ടൻറ് ക്രിയേഷനാണ് നോക്കുന്നത്, ഒരു ഇൻഫ്ലുവൻസർ ക്രിയേറ്റ് ചെയ്യാനാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എലമെൻറ്റ്സ് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ഞാനിത് അവിടെ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ മോഡൽസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് മോഡൽസ് വന്നിട്ടുണ്ട്. ഇതാണ് 2.6. ഇതിലാണ് നമ്മൾ പല വീഡിയോസും ഈ ഒരു ഐശ്വര്യ നിക്കിനൊക്കെ ക്രിയേറ്റ് ചെയ്തത് 2.6ലാണ്. ഇതിൽ ക്ലിങ് മോഷൻ കൺട്രോൾ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ നമുക്കിവിടെ എക്സ്ക്ലൂസീവായിട്ട് ക്ലിങ് 3.0 ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ 2.6ലും 3.0ലും വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലിങ് 2.6ൽ 10 സെക്കൻഡ്സ് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അതിപ്പോൾ 15 സെക്കൻഡായിട്ട് മാറ്റിയിട്ടുണ്ട് അവർ. ഇനി നമുക്ക് ഡ്യൂറേഷൻ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും, 15 സെക്കൻഡ് ആണെന്നുള്ളത്. ഇപ്പോൾ ഏർലി ആക്സസ് ആയതുകൊണ്ട് തന്നെ ഹൈ ഡിമാൻഡാണ് അത്രയും സെക്കൻഡ്സിലുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഞാനിവിടെ ഒരു 5 സെക്കൻഡ്സേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ റേഷ്യോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. 16:9 യൂട്യൂബ് റേഷ്യോനാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. റെസൊല്യൂഷൻ നമുക്കിവിടെ 1080pയും അതുപോലെ തന്നെ 720pയും വരുന്നുണ്ട്. സോ ഞാനിവിടെ 720p ആണ് സെലക്ട് ചെയ്യുന്നത്, കാരണം ഇന്ത്യയിൽ അത്ര ക്രെഡിറ്റ്സ് ഇല്ല. ഇനി നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രെയിം കൊടുക്കാം. സോ ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ നാനോ ബനാന യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇമേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ നാനോ ബനാന പ്രോ ഇവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഞാൻ നാനോ ബനാന വെച്ചിട്ടൊരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ആ ഫോട്ടോ. സോ ഈ ഒരു ഫോട്ടോ നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രെയിമിൽ കൊടുക്കാം. ഓക്കെ, ഓപ്പൺ.
സോ നമ്മുടെ റൊണാൾഡോ ആൻഡ് മെസ്സിയുടെ ഒരു വ്ളോഗിങ്ങിൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ സ്റ്റാർട്ടിങ് ഫ്രെയിമിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വീഡിയോയിൽ തന്നെ നമുക്ക് എന്തേലും മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ മൾട്ടി ഷോട്ട്സ്, അതായത് 2 ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പറഞ്ഞ പോലെ മൾട്ടി ഷോട്ട് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ തന്നെ മൾട്ടി ഷോട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഷോട്ട് 1 എന്തൊക്കെ ചെയ്യണം, ഷോട്ട് 2 എന്തൊക്കെ ചെയ്യണം, അടുത്ത ഷോട്ട് നമുക്കിവിടെ ആഡ് ഷോട്ട് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഷോട്ട് 3 കൊടുക്കാൻ പറ്റും. സോ അതൊക്കെ നമുക്ക് ചെയ്യാം. സോ ഷോട്ട് 1 ഇപ്പോൾ ഞാൻ റൊണാൾഡോ എക്സൈറ്റഡ് hand making love. ഷോട്ട് 2 മെസ്സി ക്രൈയിങ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ, സോ അത് ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ 2 ക്യാരക്ടേഴ്സ് ഉണ്ട്, ഞാനിവിടെ 2 മൾട്ടി ഷോട്ടും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ക്ലിങ് സെലക്ട് ചെയ്യാൻ ക്ലിങ് 3 points ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റെസൊല്യൂഷൻ നമ്മളിവിടെ 720p ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ട് എനിക്ക് ചിലവാൻ പോകുന്ന ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് 9 ആണ്. സോ ആക്ച്വലി എനിക്കിവിടെ 10 ക്രെഡിറ്റ്സ് പോയിൻറ്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു, അതായത് 1% ക്രെഡിറ്റ്സ് പോയിൻറ്റ്സ്. ബാക്കിയൊക്കെ ഞാൻ യൂസ് ചെയ്തു. എന്തിന്, ഈ ഒരു ഐശ്വര്യ നിക്കിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ക്രെഡിറ്റ്സ് യൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നില്ല, കാരണം ഇവർക്ക് ഒഫീഷ്യലി ഇപ്പോൾ 18K ഫോളോവേഴ്സ് വെറും 8 ദിവസം കൊണ്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 18K followers, man, that's crazy. AI can do anything, bro. സോ എൻഡ് ഫ്രെയിം ഞാൻ കൊടുക്കുന്നില്ല, ഓപ്ഷനിലാണ്. സോ ഞാനിവിടെ ജനറേറ്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ജനറേറ്റ് ചെയ്ത് വരാനായിട്ട് ഏകദേശം 2 to 3 മിനിറ്റ് എന്തായാലും എടുക്കും. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഏർലി ആക്സസ് സ്റ്റേജിലാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്യൂ വരുന്നുണ്ട്. സോ അതൊന്ന് ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് വരാൻ ഏകദേശം ടൈം എടുക്കും. അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് തന്നെ വീഡിയോസ് ജനറേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. സോ ഹിക്സ്ഫീൽഡ് യൂസ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സോ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്ലീൻ 3.0 ഹിക്സ്ഫീൽഡും ആസ് ചെയ്ത് നോക്കാം. സോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇതാണ് വീഡിയോ. ഞാൻ എൻ്റെ ക്രെഡിറ്റ്സ് കുറവായതുകൊണ്ട് തന്നെ ഒരു ഇത്തിരി സെക്കൻഡ്സ് മാത്രമേ ജനറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. സോ ഇതാണ് നമ്മുടെ വീഡിയോ വരുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ക്ലീൻ 3.0 നല്ലൊരു AI ടൂളാണ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.